ഇന്ന് കുറച്ച് സന്തോഷവും സങ്കടവും ഒക്കെ ഉള്ള ഒരു മിശ്രിത ഒരു മോർണിംഗ് ആയിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക്. രണ്ടും എൻ്റെ വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ തെളിച്ച് പറയുകയാണെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരാഴ്ചയോളം ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോകണതിൻ്റെ ചെറിയൊരു വിഷമം, പക്ഷെ ഒപ്പം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. വലിയ സംഭവമായിട്ടൊന്നുമില്ല, ഇവിടുന്ന് ഒരു 2-2.5 മണിക്കൂർ വയനാട്ടിലേക്കാണ് പോണത്. മക്കളെ നിർബന്ധപ്രകാരമാണ് ഈ പോണത് കേട്ടോ. മക്കള് പപ്പനെ കൊണ്ട് ഇതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കണോണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് കഴിച്ചില്ലായി. അപ്പോൾ ഉമ്മ രാവിലെ തന്നെ നല്ല പൊരിച്ച പത്തിരിയും ബീഫ് കറിയും കപ്പ ബിരിയാണി എല്ലാം ഉണ്ടാക്കി കൊടുത്തേക്കാണ്. കാരണം എന്താന്ന് വെച്ചാൽ സുജി ബാംഗ്ലൂരാണ് കേട്ടോ. ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയതായിരുന്നു. അപ്പൊ തിരിച്ച് ഫ്ലൈറ്റിനാണ് വരുന്നത്. അപ്പൊ എയർപോർട്ടിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തും. അപ്പൊ ഞാൻ അവിടെ പോയി പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾ കോഴിക്കോട് വീട്ടിലേക്ക് പോകാൻ. അപ്പൊ ഞങ്ങളും കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. അപ്പൊ ഞങ്ങൾക്കും സുജിക്കും എല്ലാം ഉള്ള ഫുഡാണ് ഉമ്മ കൊടുത്തേക്കണത് കേട്ടോ. അപ്പൊ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ പെട്ടി മാണ്ടൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. മഞ്ചേരിയിൽ നിന്ന് ഒരു ഏകദേശം 1/2 മണിക്കൂർ ദൂരമാണ് എയർപോർട്ടിലേക്ക് ഉള്ളത്. എയർപോർട്ടിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ സൈഡാക്കി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ സുജി വിളിച്ചിട്ട് എയർപോർട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു 10 മണി 10:15 ആയപ്പോഴത്തേന് സുജി വിളിച്ച് സുജീനെ പിക്ക് ചെയ്ത് ഞാൻ നൈസായിട്ട് ഡ്രൈവർ സ്ഥാനം അങ്ങോട്ട് സുജിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഡ്രൈവ് ചെയ്യാന്നുള്ള ഇത്രയും വലിയ മടിച്ച് വേറെ ഉണ്ടോ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ സ്വന്തം വീട്ടിലെത്തി. ഇതൊരു ഫീലിംഗ് തന്നെയാണ്. ഏറ്റവും ഉടനെ തന്നെ പെട്ടിമാണ്ടൊക്കെ കയറ്റി അലക്കാനുള്ള സുജിൻ്റെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാഷിംഗ് മെഷീനിലിട്ടു. സുജി നേരെ ചായ വെക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ആ ഗ്യാപ്പിൽ ഞാനും ഫുഡൊക്കെ എടുത്ത് ചൂടാക്കി ഞങ്ങളൊക്കെ ചായയൊക്കെ കുടിച്ചു. അമ്മി ഉമ്മാൻ്റെ ഫുഡായിരുന്നു. പിന്നെ സൂട്ട് കേസിൽ നിന്ന് ആദ്യത്തെ ഡ്രസ്സുകളൊക്കെ മാറ്റി പുതിയ നല്ല ഡ്രസ്സുകളൊക്കെ വെച്ച് ഞങ്ങൾ വയനാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. സ്വന്തം വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇറങ്ങി കിട്ടാൻ കുറച്ച് പാടാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 12:30 മണി 1 മണി ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. മക്കൾ ഭയങ്കര ഹാപ്പിയാണ്. ഒപ്പം പറയണ്ടല്ലോ, ഞാനും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഏത് ട്രിപ്പ് പോവുകയാണെങ്കിലും ഞങ്ങൾ ആദ്യം വണ്ടിയിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങും. ഇത് കണ്ടില്ലേ, കുറച്ച് സ്നാക്സ് ഐറ്റംസും ജ്യൂസ് ഐറ്റംസും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ എന്നാൽ പിന്നെ എവിടെ നിർത്തണ്ടല്ലോ, കഴിച്ച് അങ്ങോട്ട് പോവാമല്ലോ. അപ്പോൾ ഇതൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത വ്ളോഗായിട്ട് വരാം. ബൈ ബൈ.